ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് വീഡിയോ എടുക്കാൻ പോണത്. കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പോൾ അതിനകത്ത് കമൻറ്റ് വന്നിരുന്നത് ചേച്ചിയുടെ നെയിൽ കെയർ റൂട്ടീൻ കാണിക്കുമെന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നെയിൽ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ നെയിൽ ആർട്ടിൻ്റെ വീഡിയോ ഓൾറെഡി ഇടുന്ന കേട്ടോ. അപ്പോൾ അതിനകത്തും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി എങ്ങനെ ഇത്ര നെഗമൊക്കെ വളർത്തിയെന്നിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ നെയിൽ എങ്ങനെ കെയർ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാൻ കെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കെയറും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല, എന്നാലും കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. കാരണം നെയിൽ ആർട്ട് ചെയ്യണതിൻ്റെ നമുക്ക് നഖം വേണം എന്തായാലും. നമ്മൾ ഫേക്ക് നെയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്ര പെർഫെക്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ എന്തായാലും നമുക്ക് നെയിൽ വളർത്തിയെടുക്കണം. അപ്പം ഞാൻ എങ്ങനെ എൻ്റെ നെയിൽ കെയർ ചെയ്യണമെന്നുണ്ട് ഇന്നത്തെ വീഡിയോ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ നെയിലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ കയ്യിൽ അപ്ലൈ ചെയ്തേക്കണം നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇത് നെയിൽ പോളിഷ് റിമൂവറാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതുണ്ട്, പിന്നെ ലിക്വിഡ് ടൈപ്പ് ഉണ്ട്. നമ്മൾ മറ്റേ പാഡിൽ ലിക്വിഡായിട്ടുള്ളതാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്പ്, ആമസോണിൽ നിന്ന് ഓൺലൈനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അങ്ങനെ വാങ്ങിക്കണമായിരിക്കും കുറച്ചും കൂടി ലാഭം കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് 30 രൂപയായിട്ടാണ്. പക്ഷേ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 10 എണ്ണതൊക്കെ 130, 150 അങ്ങനെ രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ. ഇതിപ്പോൾ ഞാൻ 30 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നു. നമുക്ക് ഈ ഒരു പാഡ് വെച്ച് തന്നെ നമ്മുടെ എല്ലാ നെയിൽ പോളിഷും നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ കയ്യിൽ. അപ്പോൾ നെയിൽ പോളിഷൊക്കെ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്പിരിറ്റാണ് എടുത്തേക്കണത്. ഇതിന് 100 ml 65 രൂപ കേട്ടോ. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിക്കും. പിന്നെ കുറച്ച് മതി കേട്ടോ. ഞാൻ ഒഴിച്ചപ്പോൾ കൂടുതൽ പോന്നിട്ടുണ്ട്, നമുക്ക് കുറച്ച് മതി. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ പെഡിക്യൂറിൻ്റെ സെറ്റാണ് സംഭവം. നമ്മുടെ നെയിൽസൊക്കെ പെഡിക്യൂർ ചെയ്യാനും മാനിക്യൂർ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ലൊരു ഇതാണ്. പക്ഷെ ഞാൻ ഇതുകൊണ്ട് ചെയ്യണില്ല, കാരണം എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ ബഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. നമ്മൾ നെയിൽ കുറേ ക്ലീൻ ചെയ്യണ വീഡിയോ കുറേ കണ്ടിട്ടുണ്ടാകും. ചിലവരിങ്ങനെ പുളി വെള്ളത്തിൽ മുക്കി വയ്ക്കും, അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയിൽസൊക്കെ വേഗം ഒടിഞ്ഞു പോകും. നമ്മളിപ്പോൾ അങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നഖം കുതിരും. അപ്പം അങ്ങനെ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. കണ്ടോ, നന്നായിട്ട് നമുക്ക് ക്ലീനാക്കി കിട്ടും കേട്ടോ. ഇത് നമ്മൾ പച്ചക്കറി അതുപോലെ തന്നെ അടുക്കളപ്പണിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കറയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈമാവും. അപ്പോൾ അതാണ് ഈ നഖത്തിൻ്റെ അടിയിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പിരിറ്റ് വെച്ച് ഇങ്ങനെ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ നഖം അധികം കുതിരുകയുമില്ല, പൊട്ടിപ്പോവുകയുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ നഖം പൊട്ടിപ്പോകാണ്ട് സൂക്ഷിക്കണം കേട്ടോ. അത് എല്ലാ വിരലും നമുക്കങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. നഖത്തിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം തന്നെ കണ്ട നല്ലൊരു തിളക്കവും ഗ്ലേസിങ്ങും വരും നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിൽ. അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ചിലവരുടെ നഖം ഉണ്ടാവും ഇങ്ങനെ ഒട്ടും കട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഒടിഞ്ഞു അതുപോലെ പൊളിഞ്ഞൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം നഖം പൊട്ടി പോകുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒട്ടും കട്ടിയില്ലാത്ത നഖമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നഖമൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാട്ടെ. ഇപ്പോൾ എൻ്റെ നഖമൊക്കെ ഓവറായിട്ട് വളർന്നിട്ട് ഇപ്പോൾ ഷേപ്പൊക്കെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത്. ബ്ലേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല മൂർച്ചയുള്ള പുതിയ ബ്ലേഡ് നോക്കി എടുക്കണം കേട്ടോ. പഴയ ബ്ലേഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരിട്ട് ഇങ്ങനെ നഖത്തുമ്മിട്ട് ഇങ്ങനെ ഹാർഷായിട്ട് കാണിക്കുമ്പോൾ നഖം ഡാമേജ് വരികയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടുകയുമില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ഷേപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഏതാ ഷേപ്പ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വിരലും ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫൈലർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നഖം നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ ഉരയ്ക്കേണ്ട, നമ്മുടെ നെയിൽസ് തന്നെയാണ് ഈ തേഞ്ഞ് പോകുന്നത്. അപ്പോൾ പതുക്കെ ഇങ്ങനെ ഉരച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ടൂത്ത് പിക്ക് എടുക്കാം കേട്ടോ. ടൂത്ത് പിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇറുക്കലായാലും മതി. എന്നിട്ട് നമ്മൾ ആ നഖത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുത്തി നമ്മളിപ്പോൾ ബഡ്സ് വെച്ച് തുടച്ചിട്ടും കുറച്ചും കൂടി ക്ലീൻ ആവാനുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്നും കൂടി ക്ലീൻ ആക്കാട്ടെ. അത് കഴിഞ്ഞ് ശേഷം നമ്മുടെ ക്യൂട്ടിക്കിൾസൊക്കെ ഒന്ന് ബാക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നഖം വളരാനായിട്ട് ഒന്നും കൂടി ഹെൽപ്പ് ആവും കേട്ടോ.
ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ നഖം ശരിക്കും വളരണേ കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ നിൽക്കണ ക്യൂട്ടിക്കിൾസൊക്കെ ഒന്ന് ബാക്കിലേക്ക് പുഷ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കൈ തിരിച്ച് പിടിച്ചിട്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, ഒരു വൈറ്റ് കളറുള്ള ഒരു പൊടി പോലത്തെ ഒരു ഇതുണ്ടാവും. അതൊക്കെ നമുക്കിങ്ങനെ കുത്തി കളഞ്ഞ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ബാക്ക് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നഖം വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണുന്നുണ്ടാവും കേട്ടോ, ഒരു വെള്ള പൊടി പൊടി പോലെ വന്നേക്കണില്ലേ. എന്നിട്ട് പിന്നെ ബാക്കി നമ്മൾ ആ സ്പിരിറ്റ് വെച്ചിട്ട് തന്നെ നമുക്കൊരു പാഡ് വെച്ചിട്ട് തുടച്ച് നല്ല ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നമുക്ക് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ആയാലും യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യൂട്ടിക്കിൾസിൻ്റെ അടുത്തൊക്കെ നഖത്തുമ്മയൊക്കെ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കൈയും നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ നെയിലൊക്കെ നന്നായിട്ട് തിളങ്ങിയും ഒരു ഗ്ലോയിങ് ഒക്കെ വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ നെയിൽ കെയർ ചെയ്ത് അന്ന് തന്നെ നെയിൽ പോളിഷ് ഇടണ്ട കേട്ടോ. പിറ്റേ ദിവസം ഇടണമെന്ന് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ ഇടണമായിരിക്കും നല്ലത്. ഒരു ദിവസം അങ്ങനെ കെയർ ചെയ്ത് അങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. പിന്നീട് നമ്മൾ ചെയ്യണ കുറേ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ നെയിൽസ് ഡാമേജ് വന്നത്. പിന്നെ ചിലവരെ നഖം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഹെൽത്തി അല്ലാത്ത നഖം ഉണ്ടെങ്കിൽ നമ്മുടെ നഖത്തിൻ്റെ വളരണ അവിടെ ഇങ്ങനെ വൈറ്റ് കളറായിരിക്കില്ല. എൻ്റെ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അറിയാൻ പറ്റും, എൻ്റെ വൈറ്റ് കളറാണ്. പക്ഷേ ചിലവരുടെ ഇങ്ങനെ ഒരു യെല്ലോ കളറായിട്ടിരിക്കും, മഞ്ഞ കളർ. അങ്ങനെയൊക്കെ കാണുന്നവരെ നഖം എന്ന് വെച്ചാൽ ഹെൽത്തി അല്ലെന്നാണ് കേട്ടോ ശരിക്കും പറയുന്നത് ഡോക്ടേഴ്സൊക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഹെൽത്തി അല്ലാണ്ടാവാനായിട്ട് കുറേ കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ തന്നെ ചെയ്യണ മിസ്റ്റേക്കാണ് അങ്ങനെ വന്നത് കേട്ടോ. ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോകാനൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്യൂടെക്സ് ഇടാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കും. പക്ഷേ നമ്മൾ ആദ്യം ഇട്ട നെയിൽ പോളിഷിൻ്റെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടാവില്ല, കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മുടെ നെയിൽസ് ഭയങ്കരമായിട്ട് ഡാമേജ് വരെയുണ്ട്. അപ്പം നമ്മളായിട്ട് തന്നെയാണ് നമ്മുടെ നെയിൽസ് ഡാമേജ് ആക്കി വെക്കണത്. അപ്പം നിങ്ങളാരും ആ തെറ്റ് ചെയ്യരുത് കേട്ടോ. നമ്മളൊരു പ്രാവശ്യം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്ടിരിക്കുക കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്കെങ്കിലും നമുക്ക് നമ്മുടെ നെയിൽസിന് കുറച്ച് ഇത് കൊടുക്കുക. 2 ദിവസമൊക്കെ നമ്മുടെ നെയിൽ പോളിഷ് ഉപയോഗിക്കാണ്ടിരിക്കണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നഖം അധികം പൊട്ടിപ്പോയുമില്ല, ഡാമേജ് വരെയുമില്ല. അപ്പോൾ വീക്കിലി നമുക്കിങ്ങനെ നെയിൽ കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മുടെ നഖം നല്ല സ്ട്രോങ് ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ ഹെയർ ഫേസൊക്കെ നോക്കണ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലൊരു ഇത് തന്നെയാണ് നമ്മുടെ നഖം കേട്ടോ. അപ്പോൾ അതും നന്നായിട്ട് കെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാനിങ്ങനെയാണ് എൻ്റെ നെയിലൊക്കെ ഞാൻ കെയർ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.